അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഭിവന്ദ്യരായ ഉസ്താദ് അവർകൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ കാരണവന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആത്മായനം നമ്മുടെ ഖൽബിനെ അല്ലാഹുവിൻ്റെ ഇബാദത്തുമായി കൂടുതൽ ബന്ധപ്പെടുത്താനും അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ഖൽബിനെ അകറ്റി നിർത്താനുമുള്ള വേദിയാണ്. പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് സമാഗതമാകുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ അതിഥിയാണ് പരിശുദ്ധമായ റമളാൻ. ഒരു റമളാനിനെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ സാധിച്ചവരാണ് നമ്മളെല്ലാവരും. അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്, നമുക്ക് നൽകിയ ആരോഗ്യം, സമ്പത്ത്, വീട്, മക്കൾ, കുടുംബം, വാഹനം, എന്തെല്ലാം നമുക്കുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. എന്നിരുന്നാലും ഭൂരിപക്ഷം ആളുകളും ഈ അനുഗ്രഹങ്ങളിൽ പരാജയപ്പെടുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. ദുനിയാവ് എന്നുള്ളത് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കും വഴിപ്പെടാതെ ജീവിക്കുന്നവർക്കും ഗുണം ചെയ്യാൻ സജ്ജമാക്കിയ ഒരു ലോകമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെ റഹ്മാൻ റഹീം എന്ന അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ. റഹ്മാന് ഗുണം ചെയ്യുന്നവൻ, റഹീം എന്ന് പറഞ്ഞാലും ഗുണം ചെയ്യുന്നവനാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ദുനിയാവിൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കും ധിക്കരിച്ച് ജീവിക്കുന്നവർക്കും, ഏത് വലിയ ധിക്കാരിയാണെങ്കിലും നമ്രൂദും ഫിർഔനും തത്തുല്യമായി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആരാണെങ്കിലും അവർക്കെല്ലാം അള്ളാഹുവിനെ വഴിപ്പെട്ട് ഇബാദത്ത് ചെയ്ത് തഖ്വയിൽ ഇഖ്ലാസോട് കൂടെ ജീവിക്കുന്ന എല്ലാവർക്കും ഗുണം ചെയ്യുക എന്നുള്ളതാണ് റഹ്മാനി എന്ന പദത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കും. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും അള്ളാഹുവിനെ ചീത്ത പറയുന്നവർക്കും, ഒരു വേള അള്ളാഹു എന്നൊരു സംഗതി ഇല്ല എന്ന് പറയുന്നവർക്കും ഗുണം ചെയ്യുന്നവൻ അള്ളാഹുവാണ്. റഹീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പാരത്രിക ലോകത്തുള്ള ഗുണത്തെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഇത്രയും വലിയ അനുഗ്രഹങ്ങളും ഒരുപാട് സന്തോഷങ്ങളും നമുക്കുണ്ടെങ്കിൽ ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി ചെയ്യുവാൻ, ആ അനുഗ്രഹങ്ങളിൽ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക്
ആരെങ്കിലും നന്ദി കാണിച്ചാൽ ആ അനുഗ്രഹങ്ങളെ അള്ളാഹു അധികരിപ്പിച്ചു നൽകും. നമുക്ക് നൽകിയ സമ്പത്തിൽ നമ്മൾ നന്ദി കാണിച്ചാൽ, ശുക്ർ ചെയ്താൽ അള്ളാഹു നമുക്ക് അധികരിപ്പിച്ചു നൽകും. എന്ത് അനുഗ്രഹങ്ങളാണെങ്കിലും. നേരെ മറിച്ച് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ വേദനാജനകമാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ റമദാനിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷേ ഓരോ റമദാൻ വരുമ്പോഴും നമ്മളിങ്ങനെ വഅദിന്റെ മജ്ലിസുകളൊക്കെ ഇരിക്കുമ്പോൾ അത് വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യരോട് അങ്ങനെ ഓർമ്മപ്പെടുത്തണമെന്ന പ്രത്യേക നിർദ്ദേശമുള്ളത് കൊണ്ടാണ്. ഒരു കാര്യം പറഞ്ഞാൽ അത് കുറച്ചൊക്കെ ഞാൻ മറക്കുന്നവനാണ് മനുഷ്യൻ. അങ്ങനെ മനുഷ്യൻ പലതും മറന്നിട്ടില്ലെങ്കിൽ അവനക്ക് നല്ല നിലയ്ക്ക് ജീവിക്കാൻ സാധിക്കൂല, സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കൂല. നമുക്ക് ഏറ്റവും ദുഃഖമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഉമ്മ മരിക്കുന്ന ദിവസം. അള്ളാഹു ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നല്ല ആഫിയത്തും ആരോഗ്യം നൽകുമാറാവട്ടെ. നമ്മൾ കൂടുതൽ ദുഃഖിച്ചൊരു ദിവസമാണ് നമ്മുടെ ഉപ്പ മരിച്ച ദിവസം. അള്ളാഹു ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. സ്വാഭാവികമായും ഒരു 3 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 7 ദിവസം കഴിയുമ്പോൾ, ഒരു 40 കഴിയുമ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക് നമ്മൾ മറന്നിങ്ങനെ വരും. അതെങ്ങാനും മറന്നിട്ടില്ലെങ്കിൽ ഉപ്പ മരിച്ച ആ ദിവസത്തെ ദുഃഖമാണ് നമ്മുടെ മരണം വരെ നമ്മുടെ കൽവിൽ തളം കെട്ടി നിൽക്കുന്നതെങ്കിൽ നമുക്കൊരു ജോലിക്ക് പോകാൻ കഴിയോ? നമുക്ക് സന്തോഷത്തോടു കൂടെ ഒരു കല്യാണത്തിന് പോകാൻ കഴിയോ? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയോ? നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയോ? കഴിയൂല. ഇൻസാൻ എന്ന് പറഞ്ഞാൽ തന്നെ അറബി വ്യാകരണ പ്രകാരം നിസിയാൻ എന്ന പദത്തിൽ നിന്നാണ് ഇൻസാനിനെ രൂപപ്പെടുത്തിയത്. നിസിയാൻ എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ്. അതിൽ നിന്നാണ് ഇൻസാൻ ഉണ്ടാക്കിയത്. അപ്പൊ സ്വാഭാവികമായിട്ട് മനുഷ്യൻ മറക്കും. നല്ലത് പറഞ്ഞാലും മനുഷ്യൻ മറക്കും, ചീത്തത് പറഞ്ഞാലും മറക്കും, എല്ലാം മറക്കും. ഈ മറക്കുന്ന മനുഷ്യരെ ഓരോ സമയങ്ങളിലും, ഓരോ മാസങ്ങളിലും, ഓരോ വർഷങ്ങളിലും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. റമദാൻ ഇങ്ങനെ വരുമ്പോഴും റമദാനിന്റെ മഹത്വം കഴിഞ്ഞ വർഷം കേട്ടത് തന്നെയാണ്, അത് വീണ്ടും കേൾക്കുന്നത്. ഇനിയൊരു റമദാൻ നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ കൽബിനെ വീണ്ടും ഇങ്ങനെ പാകപ്പെടുത്താൻ വേണ്ടിയാണ്. പരിശുദ്ധമായ റമദാൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണെങ്കിൽ ആ റമദാൻ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു, ആ അനുഗ്രഹത്തെ ഏതെല്ലാം രൂപത്തിലാണ് ചെലവഴിക്കാൻ സാധിക്കുന്നത് എന്ന സ്ഥലത്താണ് റമദാൻ കൊണ്ട് നമ്മളൊക്കെ വിജയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റമദാനുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലവരും ജീവിതത്തിൽ ഒരു 60 വയസ്സുള്ള ഒരാൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം ഒരു 45 റമദാനെങ്കിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു 70 വയസ്സുള്ള ആളാണെങ്കിൽ ഒരു 55 റമദാനെങ്കിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. 20, 30, 40, 50 റമദാനുകളെ സ്വീകരിക്കാനും യാത്ര അയക്കാനും എല്ലാം അള്ളാഹു നമുക്ക് വലിയ ഒരു തൗഫീക്ക് നൽകിയിട്ടുണ്ട്. അത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. പഴയ കാലത്തുള്ള മൂസാ നബിയുടെയും നൂഹ് നബിയുടെയും കാലത്തുള്ള ആളുകൾക്ക് നൂറ്റാണ്ടുകളോളം ജീവിക്കാൻ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 900 വർഷം പ്രബോധനം ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിലുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്തത് 23 വർഷമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തത് 900 വർഷമാണ്. ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അത്രയും വർഷം ജീവിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും വർഷം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 500, 600, 700, 800 വർഷം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്ക് അത്രയും കണക്കാക്കിയിട്ടില്ല. ഒരു 60, 70, 80 ഒരു കണക്കാണ്. പരമാവധി പോയ 100 സെഞ്ചുറി കടന്നാൽ അൽഹംദുലില്ലാ. ഇപ്പൊ അടുത്ത് സൗദിയയിൽ 142 വയസ്സുള്ള ഒരാള്
മരണപ്പെട്ട വിവരം പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു. അള്ളാഹു വലിയൊരു അനുഗ്രഹം കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ 142 വയസ്സിൽ മരണപ്പെട്ടു എന്ന് പത്രത്തിൽ എഴുതുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ 90 കഴിഞ്ഞാൽ എഴുതും 90-ാം വയസ്സിൽ മരണപ്പെട്ടു, അങ്ങനെ എഴുതും. 100 കഴിഞ്ഞാൽ 110 കഴിഞ്ഞാൽ 120 കഴിഞ്ഞാൽ അത് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ്. ഒരു ശരാശരി വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 60, 70, 80 വയസ്സാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഇബാദത്ത് ഒരു 60 വയസ്സുകാലം 70 വയസ്സുകാലമാണ് നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സമയമുള്ളത്. പഴയ കാലത്തുള്ള ആളുകൾക്ക് 900, 800, 700 വർഷം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ ഇബാദത്തും അവരുടെ ഇബാദത്തും ഈക്കലാകുന്നത്? ആ കാലഘട്ടത്തിലെ ഉമ്മത്തിന് പോകാനുള്ള സ്വർഗവും ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് പോകാനുള്ള സ്വർഗവും ഒന്ന് തന്നെയാണ്. നരകത്തിന്റെ അഹ്ലുകാരാണെങ്കിൽ 2 പേർക്കും പോകാനുള്ള നരകം ഒന്ന് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഈക്വലാകുന്നത്? അതിനുള്ള പരിഹാരമാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വാങ്ങിത്തന്നത് പരിശുദ്ധമായ റമളാൻ. പഴയകാല ഉമ്മത്തീങ്ങൾക്കൊന്നും അങ്ങനെ റമളാൻ എന്ന ഒരു പ്രത്യേകമായ ഒരു പദവി ഇല്ലായിരുന്നു. റമളാനിനോട് കൂടെ തന്നെ റമളാനിലെ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവ് വളരെ പ്രധാനപ്പെട്ട രാവാണ്. ഈ ഒരു വലിയ ഒരു നിഅ്മത്ത് നമ്മുടെ ജീവിതത്തിൽ 30, 40, 50, 60, 70 അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇവിടെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം, കഴിഞ്ഞുപോയ റമളാൻ എത്ര റമളാനുകളെ നമുക്ക് സ്വീകരിക്കാനും സന്തോഷത്തോടു കൂടെ യാത്ര അയക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ആത്മീയ സന്തോഷത്തോടു കൂടെ, പെരുന്നാളാകാന്നുള്ള സന്തോഷമല്ല, ഒരു അൽഹംദുലില്ലാ റമളാനിൽ വിചാരിച്ചതൊക്കെ ഓതി തീർക്കാൻ സാധിച്ചു, റമളാനിൽ ഇബാദത്ത് ചെയ്യാൻ സാധിച്ചു എന്ന ഒരു ആത്മവിചിന്തനത്തിൽ നമ്മുടെ ഇബാദത്തിനെ കുറിച്ച് ഒരു നല്ലൊരു ചിന്തയോടുകൂടെ റമളാനിൽ നമുക്ക് എത്ര ആളുകൾക്ക് യാത്ര അയക്കാൻ സാധിച്ചിട്ടുണ്ട്. റമളാൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. നമുക്കൊരു 40 റമളാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ 40 റമളാനും റബ്ബിന്റെ മുന്നിൽ സാക്ഷി നിൽക്കും. 50 റമളാൻ ഉണ്ടെങ്കിൽ 50 റമളാനും സാക്ഷി നിൽക്കും. ഒന്നിരിക്കൽ അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി, അതാ വ്യത്യാസമുള്ളൂ. സാക്ഷി നിൽക്കുന്നുള്ള കാര്യം ഉറപ്പാ, സാക്ഷിയാണ്, കൂറുമാറുന്ന സാക്ഷിയല്ല, കൂറൊന്നും മാറൂല, ഹക്ക് പോലെ സാക്ഷിക്കും. ഒന്നിരിക്കൽ അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി. നമ്മുടെ റമളാനിൽ എത്ര റമളാൻ നമുക്ക് നാളെ അനുകൂലമായി സാക്ഷി നിൽക്കുമെന്ന് പറയാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എത്ര റമളാനുകളാണ് റബ്ബിന്റെ കോടതിയിലെത്തിയാൽ അനുകൂലമായി സാക്ഷി നിൽക്കുമെന്ന് പറയാൻ, ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ റമളാൻ നമ്മൾ വിചാരിച്ചതുപോലെ ചെലവഴിക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നം പലപ്പോഴും ഉണ്ട്. റമളാനിന്റെ തലേന്ന് ദിവസം ഭയങ്കര നിയ്യത്തായിരിക്കും. ഈ റമളാൻ കഴിയുമ്പോഴേക്കും ഒരു 4 ഖത്മ്, ഒരു 5 ഖത്മ്, ഒരു ഖത്മ്. ഖുർആൻ തീരെ ഓതി പരിചയമില്ലാത്തവരും ഓതാൻ സമയം കിട്ടാത്തവരൊക്കെ ഒന്നെങ്കിലും തീർക്കും. ഒറ്റ തറാവീഹും മുടങ്ങൂല എന്നൊക്കെ കരുതും. 1-നും 2-നൊക്കെ ഉണ്ടാവും. പിന്നെ എങ്ങനെ മെല്ലെ ആദ്യത്തെ 10-നൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 1-നും 2-നും ഉണ്ടാവൂല. ഏതായാലും ആദ്യത്തെ 10 ആദ്യത്തെ 10-നേക്കാൾ മഹത്വം രണ്ടാമത്തെ 10ആണ്. രണ്ടാമത്തെ 10 വരട്ടെ എന്നറിയും. രണ്ടാമത്തെ 10 വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ 10-നേക്കാൾ മഹത്വം മൂന്നാമത്തെ 10ആണ്, അതുകൊണ്ട് വരട്ടെ. മൂന്നാമത്തെ 10 വന്നാലും മൂപ്പര് ഒരുങ്ങിയിട്ടുണ്ടാവില്ല, അപ്പോൾ അങ്ങാടിയിലേക്കാരം തറാവി നടത്തുന്നു. ഏതായാലും മൂന്നാമത്തെ 10 വന്ന് ഇനി ലൈലത്തുൽ ഖദർ 27-ാമൻ നെയ്ക്കാരം അന്ന് നോക്കാം. അത് 27-ാവും മൂപ്പര് വേറെ ലോകത്തേക്കാരം. അങ്ങനെ റമളാനാണ് കഴിയും. അങ്ങനെ എത്ര ചെറുപ്പക്കാർക്ക്, എത്ര ആളുകൾക്ക് അനുഭവങ്ങളുണ്ട്. ഇവിടെയാണ് എന്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതല്ല. റമളാനിന്റെ മുമ്പ് ഓരോ ദിവസവും ഒരു ജുസ് ഖുർആൻ പതിവാക്കി ഓതുന്നവർ റമളാൻ എത്തിയാൽ അത് 2 ജുസുയിലേക്ക് അധികരിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവന്റെ റമളാൻ വേണ്ടതുപോലെ ആയിട്ടില്ല എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. റമളാനിന്റെ മുമ്പ് എല്ലാ വക്തും നിസ്കാരം കൃത്യമായി നിർവഹിക്കും.
ചിലത് ജമാഅത്ത്, ചിലപ്പോൾ ജമാഅത്ത് ഇല്ലാതെ നിസ്കാരമൊന്നും ഖളാക്കുന്ന ഒരാളല്ല. പക്ഷെ റമദാൻ ആയാൽ എല്ലാ വക്തി നിസ്കാരവും ജമാഅത്തോടു കൂടെ തന്നെ ഞാൻ നിർവഹിക്കും എന്ന് തീരുമാനിച്ച് അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം പരാജയം തന്നെയാണ്. ഓരോരുത്തർക്കാണ് പരാജയത്തിന്റെ അളവുള്ളത്. റമദാനിന്റെ മുമ്പ് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഒരു മാറ്റം റമദാൻ വന്നാൽ നമുക്കുണ്ടാകണം. ജമാഅത്തുകളിൽ, സുന്നത്ത് നിസ്കാരങ്ങളിൽ, പരിശുദ്ധമായ ഖുർആൻ പാരായണങ്ങളിൽ നമ്മൾ പതിവായി ഓതുന്നതിൽ ഒരു വലിയൊരു മാറ്റം. അപ്പോഴാണ് ഓരോരുത്തരുടെയും റമദാൻ അവർക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നത്. റമദാനിന്റെ മുമ്പുള്ള അതേ രൂപം തന്നെയാണ് റമദാനെങ്കിൽ അവൻക്ക് റമദാനും മറ്റു മാസങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, റമദാൻ എന്നുള്ളത് നേരത്തെ പറഞ്ഞു നമ്മുടെ വലിയൊരു അതിഥിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉസ്താദ് പത്തൊന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇർഫാൻ ഇസ അവിടെ ഉണ്ട്. റമദാൻ നമ്മുടെ ഏറ്റവും വലിയൊരു അതിഥിയാണ്. ഒരു അതിഥിയെ നമ്മൾ എങ്ങനെ സ്വീകരിക്കും, അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണെങ്കിൽ ആ അതിഥിയെ സൽക്കരിക്കാൻ നമ്മൾ എത്ര ദിവസം മുമ്പ് ഒരുങ്ങും? നമ്മുടെ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് വരാമെന്ന് കൂട്ടുക. ഉസ്താദ് ഇന്ന ദിവസം നമ്മുടെ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ദിവസം മുമ്പ് ഒരുങ്ങും? ഒരാഴ്ച മുമ്പെങ്കിലും അതിൻ്റെ ഒരുക്കം തുടങ്ങും. നമ്മുടെ മുറ്റക്കൊന്ന് വൃത്തിയാക്കും. നമ്മുടെ ഓഫീസ് റൂം, സിറ്റ് ഔട്ട്, ഉസ്താദിന് വിശ്രമിക്കാനുള്ള റൂം, ബാത്റൂമിന്റെ പൈപ്പിന് ലീക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഉസ്താദ് വന്നാൽ വിശ്രമിക്കാൻ നമ്മൾ നല്ല സൗകര്യത്തോടു കൂടെ നേരത്തെ തന്നെ നമ്മൾ ഒരുങ്ങി തയ്യാറായി. ഉസ്താദിന് വേണ്ട ഭക്ഷണം എന്താണ്, ഉസ്താദിന് എന്താണ് വേണ്ടത്, നേരത്തെ തന്നെ ഉസ്താദുമായി ബന്ധപ്പെട്ട ഖാദിമീങ്ങൾക്ക് വിളിച്ചു ചോദിക്കും എന്ത് ഭക്ഷണമാണ് വേണ്ടത്. ആ ഭക്ഷണം ഏറ്റവും മുന്തിയത് എവിടെ നിന്നാണ് കിട്ടുകയാണ്? മത്സ്യമാണ് വേണ്ടതെങ്കിൽ ഏറ്റവും മുന്തിയ മത്സ്യം എവിടെ നിന്ന് കിട്ടും? മാംസമാണ് വേണ്ടതെങ്കിൽ ഏറ്റവും നല്ലത് എവിടെ നിന്ന് കിട്ടും? അതൊക്കെ കരുതി നേരത്തെ തന്നെ ഒരുങ്ങി തയ്യാറായി നമ്മുടെ വീട്ടിൽ ആ ഒരു അതിഥിയെ നമ്മൾ കാത്തിരിക്കും. നമ്മുടെ വീട്ടിൽ കല്യാണം നിശ്ചയിച്ചാൽ ഒരു 500 ആളാണ് കല്യാണത്തിന് പങ്കെടുക്കുക, ഒരു 1000 ആളാണ് പങ്കെടുക്കുക. ആ ഒരു അതിഥിയെ സ്വീകരിക്കാൻ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരുങ്ങും. ഒരു കല്യാണം നടക്കണമെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ വിളിക്കാൻ തുടങ്ങണം. ഓഡിറ്റോറിയം ആണെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലം മുമ്പ് ഏൽപ്പിക്കേണ്ടി വരും, ചിലപ്പോൾ 6 മാസം മുമ്പ് ഏൽപ്പിക്കേണ്ടി വരും. അങ്ങനെ നേരത്തെ തന്നെ ഒരുങ്ങിയാലേ ആ കല്യാണം നന്നാവുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ നമ്മൾ യാതൊരു മെയിൻറ്റും ഇല്ല. നാളെ വ്യാഴാഴ്ച ഉച്ചക്കാണ് അതിഥി വരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് രാത്രി നമുക്ക് യാതൊരു അനക്കുമില്ല. അതിഥി വരട്ടെ, രാവിലെ നേരം വെളുത്തപ്പോഴോ ഒരു അനക്കുമില്ല. ഉച്ചക്ക് അതിഥി ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോഴാണ് മൂപ്പരാലോചിക്കണേ, അല്ല ചോറ് കൊടുക്കണല്ലോ, ഇറച്ചി വാങ്ങണല്ലോ, മീന് വേണല്ലോ, വീട് വൃത്തിയാക്കിയിട്ടില്ല, സിറ്റോട്ട് വൃത്തിയാക്കിയിട്ടില്ല, ഓഫീസ് റൂം വൃത്തിയാക്കിയിട്ടില്ല, വിശ്രമിക്കാനുള്ള സ്ഥലം വൃത്തിയാക്കിയിട്ടില്ല. ആ ഒരു രൂപമാണെങ്കിൽ അതിഥിയെ വലുപ്പത്തിനനുസരിച്ച് AP ഉസ്താദൊന്നും ആകണ്ട, നമ്മുടെ നാട്ടിലത്തെ ഒരു ഉസ്താദായാൽ മതി, നമ്മൾ അറിയുന്നൊരു ഉസ്താദായാൽ മതി, നമുക്ക് പരിചയമുള്ള ഒരു ഉസ്താദായാൽ മതി. ഉസ്താദ് വീട്ടിലേക്ക് കയറിയിട്ട് ഒരുങ്ങാൻ നിന്നാൽ എത്രത്തോളം ആ ഉസ്താദിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും? ഉസ്താദ് കയറിയപ്പോൾ നമ്മുടെ സിറ്റോട്ട് നിറച്ചും കച്ചറ, അടിച്ചേരിയിട്ടില്ല, സോഫ അവിടെ കിടക്കണ്, ഇവിടെ കിടക്കണ്, സോഫ കുട്ടികൾ കയറി വൃത്തികേടായിക്കണ്. ഇങ്ങനെയാണെങ്കിൽ ഈ അതിഥിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഈ അതിഥിയെ വേണ്ടതുപോലെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കൂല, ഒരിക്കലും സാധിക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാൻ 2 മാസം മുമ്പ് ഒരുങ്ങിയത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഅനാ റമളാൻ എന്നൊരു പ്രാർത്ഥനയോടുകൂടെ. അത് റമളാനിലേക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. റജബിൽ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ, ശഅബാനിൽ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ, പരിശുദ്ധമായ റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്നുള്ളത് അത് റമളാനിനെ സ്വീകരിക്കുന്ന നമ്മുടെ ജീവിതം, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം മെല്ലെ 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 റമളാനിലേക്ക് പാകപ്പെടുത്തി കൊണ്ടുവരാനുള്ള ഒരു പ്രാർത്ഥനയാണ്. റമളാനിന്റെ മുമ്പ് മുസഹഫ് എടുത്തു നോക്കാനോ ഒഴിവില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഖുർആൻ ഒരു ദിവസവും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അവസരോചിതമായി പറയാണ്, ഒരു പേജെങ്കിലും
എല്ലാവരും ഖുർആൻ ഓതുന്നവരാണ്, എന്നാൽ ഓർമ്മപ്പെടുത്താണ്, ഒരു പേജെങ്കിലും ഒരു ദിവസം കാണാതൊരു യാസീന് ഓതണം, ശരിയാണ്. എന്നാലും ഖുർആൻ തുറന്നിട്ട് ഒരു പേജെങ്കിലും ഓതാത്ത ദിവസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു 3 പേജ് ഓതാൻ കഴിയുന്നവരങ്ങനെ, ഒരു അര ജുസ് ഓതാൻ കഴിയുന്നവരങ്ങനെ, ഒരു ജുസ് സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ. എന്നാലും ഒരു പേജെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത്, നമുക്ക് വലിയ ബിസിയാണ്, ഭയങ്കര തിരക്കാണ്, ഒരു നേരം ഒഴിവില്ല, എന്നാൽ പോലും നമ്മൾ രാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഒളു ഉണ്ടാകുമല്ലോ, മുസ്ഹഫ് എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഒരു ചുംബനം മുസ്ഹഫിന് കൊടുത്ത് അത് സെൽഫ് തന്നെ വെക്കുക. തുറക്കാൻ നേരമില്ലെങ്കിൽ മുസ്ഹഫ് എടുത്തുകൊണ്ട് ഒരു ബിസ്മി ചൊല്ലിയിട്ട് അവിടെ തന്നെ വെക്കുക, ഒരു ചുംബനം കൊടുക്കുക മുസ്ഹഫിന്. അങ്ങനെയെങ്കിലും ഖുർആനിനോട് നമ്മുടെ കൽബിൽ ഒരു ബന്ധം വേണം. ഖുർആന് മറ്റൊരു സ്ഥലത്തും നമ്മൾ വേറൊരു വഴിയിലാകാൻ പാടില്ല. ചുരുങ്ങിയ രൂപത്തിലെങ്കിലും ഖുർആനിനോടുള്ള ബന്ധം. റമദാൻ ആയി കഴിഞ്ഞിട്ട് ഒരു മുസ്ഹഫിന് യാതൊരു ബന്ധമില്ലാത്ത ദിവസവും ഖുർആൻ ഓതാത്ത ഒരാള് റമദാൻ ആയി കഴിഞ്ഞിട്ട് ഞാനൊരു 3 ഖത്മ് ഓതെന്ന് പറഞ്ഞാല് ഒരു ഖത്മ് തന്നെ മൂപ്പർക്ക് പൂർത്തീകരിക്കാൻ കഴിയൂല, ഉറപ്പാണ്. എന്ത് ബന്ധമില്ല. അതുകൊണ്ട് ചെറിയ ബന്ധമെങ്കിലും ഇനി ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു പോയതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്നത്തെ ദിവസം നമ്മുടെ കൽബിനെ പാകപ്പെടുത്തേണ്ട ഉസ്താദിന്റെ പ്രസംഗം നടക്കുകയാണ്. മെല്ലെ മെല്ലെയെങ്കിലും ഇബാദത്തിലേക്ക് നമ്മൾ മെല്ലെ എത്തണം. ഇന്നലെ ചെയ്തതിനേക്കാളും അല്പമെങ്കിലും അധികം നമ്മൾ ചെയ്യണം. ഖുർആൻ എല്ലാ ദിവസവും എടുക്കാൻ അശ്രദ്ധവാന്മാരായി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ മുതൽ സുബഹിന്റെ ശേഷം ഒരു പേജെങ്കിലും ഖുർആൻ ഓതി റമദാൻ വരെ ആ ഖുർആനിനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ, റമദാൻ ഖുർആനിന്റെ മാസമാണ്. ആ റമദാനിൽ നമ്മൾ എത്തുമ്പോൾ ഖുർആൻ നമ്മോടും ചേർന്ന് നിൽക്കും. ഒരു ബന്ധവും ഇല്ലെങ്കിൽ നമ്മോട് ചേർന്ന് നിൽക്കാൻ അത് വലിയൊരു പ്രയാസമായി മാറും. നിസ്കാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇബാദത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്രകാരം തന്നെയാണ് തെറ്റുകളിൽ നിന്ന് നമ്മുടെ അറിയാതെ ജീവിതത്തിൽ സംഭവിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നിങ്ങനെ മാറി നിൽക്കാനുള്ള പരമാവധി മാറി നിൽക്കാനുള്ള സാഹചര്യം നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യണം. സ്വയം അത് കെട്ടിപ്പടുക്കണം. നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കണം, സ്വയമായി ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നത്. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവരുണ്ട്, ഫേസ്ബുക്കും യൂട്യൂബും അങ്ങനെ തുടങ്ങി മീഡിയകളൊക്കെ ഉപയോഗിക്കുന്നവർ. നമുക്ക് കാണാൻ പറ്റാത്തത് ഏത് മീഡിയയിലൂടെ നോക്കല് ഹറാമാണ്. എങ്ങനെ നോക്കലും കാണാൻ പറ്റാത്തത് തന്നെയാണ്. മൊബൈൽ വ്യാപകമായി എല്ലാവരും കയ്യിലുണ്ട്, എല്ലാവർക്കും പിന്നെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്, എല്ലാവരും യൂട്യൂബർമാരാണ് എന്നതുകൊണ്ട് കാണാൻ പറ്റാത്തത് തന്നെയാണ്. അപ്പൊ എല്ലാവരും കാണുന്നുണ്ടല്ലോ, അപ്പൊ എല്ലാവരും തെറ്റ് ചെയ്യുന്നു. ആഖിറുസ്സമാനാണ്, തെറ്റ് ചെയ്യുന്നു. ആഖിറുസ്സമാന്റെ ഈ കാലഘട്ടത്തിൽ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവന് 100 ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനത്തെ ആഖിറുസ്സമാനാണ്. എല്ലാവരും തെറ്റ് ചെയ്യുന്നു എന്നതുകൊണ്ട് തെറ്റ് ഹറാം ഒരിക്കലും ഹലാലാകൂല. അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കല് ഹറാമാണ്. അപ്പൊ ചിലവരേക്കും അതില്ലാതപ്പോ നടക്കുക, എന്റെ ജോലി എങ്ങനെയാണ്, ഞാൻ പോണത് അങ്ങനെയാണ്, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഹറാമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ച സാർ ഉണ്ടോ? എന്തെങ്കിലും ഓഫ് ഇടോ? ഏതെങ്കിലും കീലുണ്ടോ? ഒരു കീലില്ല. ചിലപ്പോ എന്തെങ്കിലും കീല എവിടെയെങ്കിലും ഉണ്ടോ എന്നൊരു അഭിപ്രായം ഉണ്ട്. ഒരു കീലില്ല. എന്തെങ്കിലും നോക്കാൻ ഒരു കീലില്ല. നമ്മുടെ കല്യാണത്തിന് പോയാല് അവിടെ എന്തൊക്കെയോ നടക്കും. അങ്ങനെയാണ് ഓഡിറ്റോറിയത്തൊക്കെ പോയാല്. ചിലപ്പോൾ നമ്മൾ പരമാവധി ഓഡിറ്റോറിയത്തേക്ക് പോകാതെ തലേന്ന് പെരയെ പോയി വരാൻ പറ്റിയ മാർഗങ്ങളൊക്കെ അന്വേഷിക്കും ഉസ്താദ്മാരൊക്കെ ആണെങ്കിൽ. ചിലവര് മനഃപൂർവ്വം വിളിക്കും, ഇന്നെ വിളിക്കലുണ്ട്. കല്യാണം ഓഡിറ്റോറിയത്തിലാണ്, ചിലപ്പോൾ ഉസ്താദിന് തങ്ങൾക്കങ്ങോട്ട് വരാൻ പറ്റൂല, അതുകൊണ്ട് തങ്ങൾ രാത്രിന്റെ വിലക്കൊന്നും ഓടിയുണ്ട്. തങ്ങൾക്ക് വരാൻ പറ്റിയത് ഓനക്ക് പോകാൻ പറ്റുമോ? അയൽവാസിക്ക് പോകാൻ പറ്റുമോ? ഓന്റെ കുടുംബക്കാർക്ക് പോകാൻ പറ്റുമോ? നമ്മളെ കഴിച്ചിലാക്കാണ് ഓല് കുടുങ്ങിയാലും.
അയൽവാസികളെ മൊത്തം വിളിച്ചിരിക്കണം ഓഡിറ്റോറിയത്തേക്ക്. ഓലൊക്കെ ഹറാമ് ചെയ്തോട്ടെ, ഓലൊക്കെ ഹറാമ് കണ്ടോട്ടെ. കുടുംബക്കാരെ മൊത്തം വിളിച്ചിരിക്കണ്, ഓലൊക്കെ ഹറാമ് കണ്ടോട്ടെ. പള്ളിക്കത്ത് ഉസ്താദ് ഹറാമ് കാണണ്ട, നല്ല ചിന്തയാണ്. ഹറാമ് ഹറാം തന്നെയാണ്. ഞമ്മക്ക് പറ്റുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട, ഞാൻ ഓർക്കുകയാണ്, ഇബ്രാഹിം വാക്കവി ഉസ്താദ് പലപ്പോഴും ഇങ്ങോട്ട് വേദന വന്നിട്ടുണ്ടാവും. ഉസ്താദിന് 4 മക്കളുണ്ട്. ഒരൊറ്റ കല്യാണം ഉസ്താദ് വീട്ടിൽ വെച്ച് നടത്തിയിട്ടില്ല. നിക്കാഹ് വളരെ ഗംഭീരായിട്ട് മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ 1000 2000 ആൾക്കാരെ വലിയ നിക്കാഹ് നടത്തും. ഉസ്താദ് വിളിക്കേണ്ട കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ, വേണ്ടപ്പെട്ടവരെ മൊത്തം വിളിക്കും. വീട്ടിലത്തെ കല്യാണം പെണ്ണുങ്ങൾ മാത്രം, കുടുംബക്കാരും അത്യാവശ്യമുള്ള പെണ്ണുങ്ങളായ അയൽവാസികൾ. അപ്പൊ വീട്ടിൽ കല്യാണം നടത്തുമ്പോൾ നമ്മൾ തമാശ കഴിച്ച നമ്മളൊന്നും കല്യാണത്തിന് വരണ്ടെന്ന് ചോദിക്കും. നമ്മളെ വിളിക്കൂല. വീട്ടിൽ കല്യാണത്തിന് നിക്കാഹിനെല്ലാരും വിളിക്കും. അത് പറയും വീട്ടിൽ കല്യാണം നടന്നാൽ ഹറാമുണ്ടാവും. അങ്ങനൊക്കെ എല്ലാവർക്കും സൂക്ഷിക്കാൻ പറ്റുമെന്നറിയില്ല. അതുകൊണ്ട് എല്ലാവരും ഞാൻ നിക്കാഹിനെ വിളിക്കുന്നത് വീട്ടിൽ അത്യാവശ്യമുള്ള പെണ്ണുങ്ങളായ കുടുംബക്കാരും. അപ്പോൾ പുതിയാപ്പിളാരെ വരും സംഗതിയൊക്കെ ഇവർ കല്യാണത്തിന് സമയമല്ലാത്ത, ഉച്ചക്ക് കല്യാണമാണെങ്കിൽ പുതിയാപ്പിള 10 മണിക്ക് വരും. പുതിയാപ്പിള ഉച്ചക്ക് വരികയാണെങ്കിൽ കല്യാണം എന്നുള്ള വൈകുന്നേരമാണ്. ആ പെണ്ണുങ്ങളെ ഒരുമിച്ച് കൂടുന്നു, മാരിന് മുമ്പ് പുതുക്കും പോകുന്നു. 4 കല്യാണം നടന്നതും 4ഉം അതേ രൂപത്തിലാണ് നടത്തിയത്. അതൊക്കെ നമുക്ക് വലിയൊരു മാതൃകയാണ്. അങ്ങനെ നടത്തണം എന്നല്ല, ഹറാമ് ഹറാമാണ്, തെറ്റ് തെറ്റന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പതുക്കെ മാറി 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 റമളാൻ ആകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തെ മെല്ലെ മെല്ലെ ഒരു നന്മയിലേക്ക്, സുഹൃതങ്ങളിലേക്ക് തള്ളി നീക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നേരത്തെ തന്നെ റമളാനാണ് വരുന്നത്, റമളാൻ എനിക്ക് സ്വീകരിക്കണം എന്നൊരു ചിന്ത നമ്മുടെ ഖൽബിലുണ്ടെങ്കിൽ തീർച്ചയായും റമളാനിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. നേരെ മറിച്ച് റമളാനിന്റെ മാസം കണ്ട് വാട്സപ്പിൽ ഈ പോസ്റ്റർ വന്നിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നതെങ്കിൽ അതുവരെ നമുക്ക് ചിന്തയില്ല. ഇന്ന് മാസം കാണാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ തോന്നാം ഇന്ന് കാണാന്നാ മതി, ഒരുങ്ങിയിട്ടില്ല. ഇന്ന് കാണാന്നാ മതി, ഒരുങ്ങിയിട്ടില്ല. അതാ നമ്മളെ ചിന്ത. നാളെ അങ്ങോട്ടായ ഒന്നും കൂടി ഒരുങ്ങേനി. ഇത് റജബ് 1 മുതൽ ഒരുങ്ങേണ്ടതാണ്, ഇപ്പൊ ഒരുങ്ങേണ്ടതല്ലോ. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇതിന് മാനസികമായും ശാരീരികമായും ഒരുങ്ങിയാൽ മാത്രമേ പരിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട ബാക്കി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഉസ്താദ് എത്താൻ കാത്തിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യം കൊണ്ട് ഈ ആത്മായനം എന്ന ഈ സുഗന്ധമുള്ള, ആത്മീയ സുഗന്ധമുള്ള ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.